ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. നാട്ടിലെ കോഴഞ്ചേരി പള്ളിയിൽ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നി. വളരെ റെസ്പോൺസുള്ള ഈ പള്ളിയിൽ ഇപ്രകാരം ഒരു ആരാധനയിൽ വന്ന് സംബന്ധിപ്പാൻ ദൈവം തമ്പുരാൻ എനിക്ക് ഒരു അവസരം നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഇടവകയിലെ കുറച്ചാളുകളെയൊക്കെ എനിക്കറിയാം, എങ്കിലും ഭൂരിപക്ഷത്തെ അറിയില്ല. ഇപ്രകാരം ഇന്ന് ഡയസഷൻ സൺഡേ ആയി വേർതിരിക്കുമ്പോൾ പുൾപിറ്റ് ചേഞ്ച് ഇവിടെ ലഭിച്ചതിൽ നമുക്കൊന്നിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ സഹായിക്കുന്നതിൽ ദൈവത്തിന് സ്തോത്രം. ഇടവകയിലെ കൊച്ചുകോശി അച്ഛനും ഞാനും ഒന്നിച്ച് പഠിച്ചതാണ്. അങ്ങനെ ഒരു ആത്മാർത്ഥമായ ബന്ധം ഞങ്ങൾക്കുണ്ട്. അതോടൊപ്പം ഇടവകയിലെ ചുരുക്കം ആളുകളെ എനിക്കറിയാം എന്ന് പറഞ്ഞല്ലോ. ഇന്ന് കഴിയുമ്പോൾ അറിയാം, മിക്കവാറും പകുതി പേരെ അറിയാമായിരിക്കും. മുഖം കൊണ്ട് പഴയ പരിചയങ്ങളൊക്കെ പുതുക്കാൻ സാധിച്ചെങ്കിൽ ദയവായി പറയണം. ഈ ഇടവകയിൽ നല്ല ലീഡർഷിപ്പ് ഡയസിസിനും സഭയ്ക്കും കൊടുക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് എന്നറിയുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. അത് തുടർന്നും അനുഗ്രഹത്തോടെ മുമ്പോട്ട് പോകുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭ നമ്മൾ നിന്ന് പലതും പ്രതീക്ഷിക്കുന്നു. അത് അനുഗ്രഹീതമായി ചെയ്യുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. ഇടവകയിലെ പ്രവർത്തനങ്ങൾ അനുഗ്രഹീതമായി മുമ്പോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ. ഡയസിസിന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഇനിയും വിശദീകരിക്കുന്നില്ല. അധികമായി ദൈവം ശക്തീകരിക്കട്ടെ. വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രസ്റ്റി, ചുമതലക്കാർ, വിവിധ ഭാരവാഹികൾ, ഓഫീസ് ബെയറേഴ്സ്, കൊയർ, നല്ലതായി പാടുന്ന ഒരു കൊയറുണ്ട്. എല്ലാറ്റിനെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുമ്പോട്ട് പോകാൻ ദൈവം നമ്മെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. ഇടവകയിൽ മാത്യു പി കുരുകേശു ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച സുഹൃത്താണ്. സെന്റ് തോമസ് കോളേജ് കോഴഞ്ചേരി, അവിടെയാണ് ഞാൻ ഇന്നലെ വന്ന് താമസിച്ചത്. ഇന്ന് നിങ്ങളെ ഇനിയും തുടർന്ന് കാണാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എവൻഗേലിയനായി വായിച്ചു കേട്ട ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. Gospel according to Saint John chapter 2 verses beginning from 1 to 11. പ്രധാനപ്പെട്ട 2-3 വാക്യങ്ങൾ മാത്രം വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കാം. 2-3 വായിക്കാം ഒരാൾക്ക്. ഒൻപതും 10 വാക്യങ്ങളിലൂടെ വായിക്കാം. പിതാവേ ശരണം, ശരണം പിതാവേ, ക്രിസ്തുവേ ശരണം, ശരണം ക്രിസ്തുവേ, റൂഹായേ ശരണം, ശരണം റൂഹായേ. പവനാത്മാവേ, ഞങ്ങളോട് സംസാരിക്കണമേ. അവിടുത്തെ ശബ്ദം മാത്രം കേൾക്കാൻ ഞങ്ങൾക്കിടയാക്കണമേ. നിന്റെ ശബ്ദം കേട്ട് നിറഞ്ഞവരായി പോകാൻ ഞങ്ങൾക്കിടയാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഈ ഭാഗം എത്രയോ തവണ കേട്ടിരിക്കുന്നു. ഗലീലയിലെ കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ കഥ കാണാതെ പറയാൻ പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് പറയും എന്ന് എനിക്കറിയാം, കൊച്ചു കുഞ്ഞ് ഉൾപ്പെടെ. അതുകൊണ്ട് തന്നെ ഈ കഥയുടെ വിശദാംശങ്ങൾ നമുക്ക് ആവശ്യമില്ല. കഥയ്ക്കുള്ളിലെ കാര്യമാണ് നമുക്ക് ആവശ്യം. യേശു കർത്താവ് കാനാവിൽ കല്യാണത്തിന് പോവുകയാണ്. അവനെയും ശിഷ്യന്മാരെയും വിളിച്ചിരുന്നു. യേശുവിന്റെ അമ്മയോ അവിടെ ഉണ്ടായിരുന്നു. ഷീ വാസ് ദേർ. ഇന്ന് വലിയ പെരുന്നാള് തുടങ്ങുകയാണ്. ലെന്റ് 50 ഡേയ്സിലെ ഗ്രേറ്റ് ലെന്റ് സീസൺ ഇന്ന് തുടങ്ങിയാണ്. നമുക്ക് നോയമ്പില്ലെങ്കിലും നോയമ്പ് വീടലുണ്ട്.
അല്ലേ? മാർത്തോമാ സഭയ്ക്ക് നോയിമ്പുണ്ട് എന്ന് ഇന്ന് അസംയുക്തമായി പ്രഖ്യാപിക്കുന്നു. നമ്മുടെ ചർച്ചിന്റെ ഡിക്ഷണറിയിൽ എഴുതിയിരിക്കുന്നത് ലഞ്ച് പേത്രത്ത, അത് കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുന്ന ഭാഗം ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദി ക്രിയേഷൻ എന്നാണ്. ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദി ക്രിയേഷൻ, അതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ ഭാഗം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ചിന്തിക്കുന്നത്. പെരുന്നാളുകളൊക്കെ പള്ളിമുറ്റത്ത് നിന്ന് ഹൃദയത്തിലേക്ക് വരേണ്ടുന്ന സമയമാണിത്. ലോകം മുഴുവൻ മനസ്സുകളെ മാറ്റിമറിക്കുന്ന ഇളക്കങ്ങൾ മാത്രമായി കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യാൻ സഭ ഇന്ന് പറയുകയാണ്. വലിയ മെത്രാപ്പോലീത്തായുടെ പ്രസംഗം നിങ്ങൾ യൂട്യൂബിലേക്ക് കേട്ട് കാണും, നേരിട്ട് കേട്ടവർ 1-2 പേര് കാണും. വലിയ മെത്രാപ്പോലീത്ത പറഞ്ഞു, ഈ വർഷം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ലോകത്തെ മാറ്റാനല്ല, പിന്നെ മാർത്തോമാ സഭ മാനസാന്തരപ്പെടണം, ട്രാൻസ്ഫോം ആവണം. അതൊന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചാൽ മതി. ഇന്ന് ലന്റ് ജീവിതത്തെ മുഴുവൻ രൂപാന്തരപ്പെടുത്തുന്ന ഒരു അനുഭവമാണെന്ന് ഓർപ്പിക്കുകയാണിത്. നമ്മളൊക്കെ ആചരിക്കുന്നവരാണ് ലന്റ് ആചരണം. എന്നാൽ ആചരണത്തിനപ്പുറത്തേക്ക് ജീവിതത്തിന്റെ ഉള്ളിലേക്ക് ലെന്റിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളായി മലങ്കര മാർത്തോമാ സുറിയാനി ക്രിസ്ത്യാനികൾ ആയിത്തീരണം എന്ന് ഘോഷിക്കേണ്ടുന്ന ഒരു ദിനമാണ് ഇന്ന് ഈ ഡയസസ് സൺഡേയും ലെന്റിന്റെ തുടക്ക ദിവസവും. ഇന്ന് നമ്മുടെ കൈകളിൽ വീട്ടിലിരിക്കുന്ന ഫ്രീസറിലിരിക്കുന്ന ഇറച്ചി മീനും ഒക്കെ തീർത്തു. ഇന്ന് നാളെ മുതലെങ്കിലും ഒന്ന് തുടങ്ങി നോക്ക്. 21 ദിവസം ഏത് അഡിക്ഷനും, ഈ അഡിക്ഷൻ ഉള്ളവരെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി എത്ര ദിവസം കിടക്കുന്നത്? 21 അല്ലേ? 21 + 21 അപ്പൊ എത്രയായി? 21 + 21 42 ഡേയ്സ് കഴിയുമ്പോൾ ഏത് ദിവസത്തിലെത്തുമെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഹോശാന, പിന്നെ പാഷൻ വീക്കാണ്. അതുകൂടെ കഴിഞ്ഞാൽ ഏത് അഡിക്ഷനും മാറും. പരീക്ഷിച്ച് നോക്കിക്കോ. ഇനി നമുക്ക് യേശുവിന്റെ അടുക്കലേക്ക് പോകാം. യേശു കാനാവിലെ കല്യാണത്തിന് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണല്ലോ നമുക്ക് ചിന്തിക്കേണ്ടത്. ആരൊക്കെയാണ് അവിടെ ട്രാൻസ്ഫോം ആയത് എന്ന് തിരിച്ചറിയണം. എന്തൊക്കെയാണ് അവിടെ ട്രാൻസ്ഫോം ആയത് എന്ന് തിരിച്ചറിയണം. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിന്റെ അമ്മ വിവാഹത്തിന് സംബന്ധിക്കാൻ പോയതാണ്. വീട്ടുകാരിലുള്ള ഒരാളായിരിക്കാം. അവൾ അവിടെ ചെന്നപ്പോൾ വീഞ്ഞ് തീർന്നു പോയി എന്നറിയുന്നു. നമ്മളും പലപ്പോഴും പലയിടത്തും ഈ കുറവുള്ളിടത്തൊക്കെ സംബന്ധിക്കാറുണ്ട്. കുറവ് നമുക്കൊരാഘോഷമാണ്, മറ്റുള്ളവരുടെ കുറവ് അല്ലേ? അത് നോട്ടീസ് അടിക്കാൻ കൊള്ളാവുന്ന വാർത്തയുമാണ് അല്ലേ? വിശദീകരിക്കണ്ടല്ലോ. എന്നാൽ ഈ അമ്മ വളരെ രഹസ്യമായി പറയേണ്ടുന്ന ആളിന്റെ അടുത്ത് എന്ന് പറഞ്ഞു. കഥ നമുക്കറിയാം, പ്രസംഗവും. അവൾ ചെന്ന് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തുടർന്ന് എന്തൊക്കെയോ സംഭവിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവളുടെ റെസ്പോൺസിബിളായി നമുക്ക് വിളിക്കേണ്ടുന്ന ഒരു പേരുണ്ട്, റെസ്പോൺസിബിൾ എക്സിസ്റ്റൻസ്. നിലനിൽക്കുന്നതൊക്കെ ഉത്തരവാദിത്വപൂർണമായ നിലനിൽപ്പ്. ഒന്നാമത്, ഈ ട്രാൻസ്ഫോർമേഷൻ സാധിക്കണമെങ്കിൽ റെസ്പോൺസിബിൾ എക്സിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. ഈ ട്രിനിറ്റി പള്ളിയിലുള്ള നമ്മുടെ ഇരിപ്പ് റെസ്പോൺസിബിൾ ആണെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ പള്ളിക്കും നമുക്കും കുടുംബങ്ങൾക്കും സാധ്യമാകുമെന്ന് യേശു കർത്താവ് വിളിച്ചു പറയുന്ന ഒരു വേദിയാണിത്. നാം ഈ പള്ളിയിൽ വരുമ്പോൾ ഈ യേശുവിന്റെ അമ്മ മറിയ ചെയ്തതുപോലെ ഉത്തരവാദിത്വങ്ങളെ തക്കതായ സമയത്ത് നിർവഹിക്കാൻ കഴിയുന്നവരാണെങ്കിൽ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. സോ ബി എ blessing to the community എന്ന് പറഞ്ഞാൽ be a responsible person in this world എന്നാണ്. നമുക്ക് നല്ല ശമരിയക്കാരനെ എടുക്കാം. നല്ല ശമരിയക്കാരൻ വഴിയിൽ കിടക്കുന്നവനെ കാണും അല്ലേ? അതിനു മുമ്പ് 2 പേര് പോയി. നിങ്ങൾക്ക് പറയാൻ ഇഷ്ടമുള്ള 2 കക്ഷികൾ ആരാ? വെല്ലുവിളികളാണ്. പള്ളിയോട് ഭയങ്കര സ്നേഹമുള്ളവരും അടുപ്പമുള്ളവരുമാണ്. അവർ ഭയങ്കര ഭക്തന്മാരാണെന്നേ നമ്മൾ എഴുതി അങ്ങനെ കൊടുത്തേക്ക. പള്ളിക്കാരും സ്വന്തക്കാരും. ഞാൻ നിങ്ങളെ കൂടെ കേട്ട രാജകീയ പുരോഹിത വർഗം എന്ന് പറയുമ്പോൾ ഈ കാര്യം വരുമ്പോൾ ഞങ്ങൾക്ക് തരും, ബാക്കിയെല്ലാം നിങ്ങൾ എടുത്തുകൊണ്ടു. അത് വേണ്ട. അപ്പൊ നമുക്ക് ഒന്നിച്ച് ഈ പള്ളിക്കാരെ എടുക്കാം. പള്ളിക്കാരെല്ലാം കൂടെ വന്ന് നടന്നുപോയി. എന്ത് സംഭവിച്ചു? ഈ കിടക്കുന്ന മനുഷ്യനെ ഒഴിവാക്കി കടന്നുപോയി. എന്തിനാ തലവേദന എടുക്കുന്നത് അല്ലേ? തലവേദന ഇങ്ങോട്ട് ചോദിച്ചു വാങ്ങിക്കേണ്ടുന്ന ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒഴിവാക്കി കടന്നു പോവുകയാണ്.
ഒമിഷൻ പാപമാണ്. പലപ്പോഴും പലതിനെയും ഒഴിവാക്കുന്നത് പാപമാണ്. അതുകൊണ്ടാണ് അമ്മ ബോധപൂർവമായി അവൾക്ക് മാറി നിൽക്കാമായിരുന്നു. എന്നാൽ ഇവളിവിടെ മാറി നിന്നില്ല. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഒഴിവാക്കി കടന്നു പോകുന്നു. ദേവാലയത്തിൽ ഒഴിവാക്കാവുന്നതൊക്കെ ഒഴിവാക്കും അല്ലേ? ജനറൽ ബോഡി ഒഴിച്ച്, ജനറൽ ബോഡിയിലെ ചോദ്യം ഒഴിച്ച് ബാക്കിയെല്ലാം ഒഴിവാക്കും. ഇന്ന് വരാതിരിക്കുന്നത് ഒഴിച്ച് ബാക്കിയെല്ലാം ഒഴിവാക്കും. പള്ളിയിൽ വരാതിരിക്കാൻ ഏതെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ 10,000 കാര്യങ്ങൾ ദേവാലയത്തിൽ വന്ന് ദൈവത്തെ സ്തുതിക്കാൻ ഉണ്ടായിരിക്കെ ഒരു കാരണം കൊണ്ട് ദേവാലയവും പള്ളി ആരാധനയും മുടക്കുന്ന 15% ഈ പള്ളിയിലും ഉണ്ടാവും. 20% ന്യൂയോർക്ക് സെന്റ് ജോൺസിലുണ്ട്. 15% ഞാൻ കുറച്ച് പറഞ്ഞു, അത്രയെങ്കിലും ഇവിടെ കാണും ഇല്ലേ? 10,000 കാര്യങ്ങൾ ദൈവത്തെ ആരാധിക്കാനായി ഉണ്ടായിരിക്കെ ഒരൊറ്റ കാരണം കൊണ്ട് ദൈവാരാധനയെ ഒമിച്ച് ചെയ്യുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. നമ്മൾ അത്തരക്കാരാണോ എന്ന് അന്വേഷിക്കണം. അതുകൊണ്ട് രഹസ്യമായി ഒഴിവാക്കി കടന്നു പോകാമെന്ന് വിചാരിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ആവരുത്. ചില കാര്യങ്ങൾ ഏറ്റെടുക്കാനുള്ള ചങ്കുറപ്പുണ്ടാകണം എന്ന് ഈ അമ്മ പറയുകയാണ്. നന്മ ചെയ്യാൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനായി ചില കാര്യങ്ങൾ ഏറ്റെടുക്കാനുള്ള നെഞ്ചുറപ്പുണ്ടാകണം എന്ന് ഈ അമ്മ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഭവനത്തിൽ മക്കൾ വേണ്ടാത്തത് ചെയ്യുമ്പോൾ നോ എന്ന് പറയാനുള്ള ശക്തമായ ചങ്കുറപ്പുണ്ടാക്കാനാണ് ഈ ദേവാലയത്തിൽ കടന്നു വരുന്നത്. 2 പേര് ദേവാലയത്തിൽ വന്നിട്ട് കടന്നു പോയിട്ടും ഈ മനുഷ്യനെ തിരിഞ്ഞു നോക്കാൻ, നഷ്ടം വരുത്താനായി അവർക്ക് തയ്യാറായില്ല എന്നതാണ് പ്രധാനപ്പെട്ടത്. എന്നാൽ ഈ മനുഷ്യനോ ശമര്യക്കാരനോ അവൻ ഏറ്റെടുക്കുകയാണ്. അവർ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് കടന്നു പോകാം. മാത്രമല്ല, ശമര്യക്കാരന് യഹൂദന്മാരോട് ഒരു ബന്ധവുമില്ല. അവനെ കണ്ടാൽ യഹൂദന്മാർ ഓടി ഒളിക്കും, ഇവനെ കണ്ടാൽ മാറി നടക്കും അല്ലേ? ശമര്യക്കാരനുമായി ഒരു ബന്ധവും പാടില്ല എന്ന് പറയുന്നു. എന്നാൽ ആപത്തിൽ കിടന്നപ്പോൾ ഓടിച്ചെന്നത് ഈ ശമര്യക്കാരൻ മാത്രമാണ്. അവന് ഇത് ഒഴിച്ചു കൂട്ടാൻ വയ്യായിരുന്നു. നമുക്കറിയാം, വേണ്ട എന്ന് വെക്കാൻ എളുപ്പമാണ് അല്ലേ? നന്മ ചെയ്യാൻ വളരെ പ്രയാസമാണ്. ആ കഠിനമായ ഒരു നന്മ ചെയ്യുവാനുള്ള തീരുമാനമെടുക്കാൻ നമുക്ക് ഇന്ന് സാധിക്കണം. ബാംഗ്ലൂരിലുള്ള ഒരു കണ്ണനെ കുറിച്ച് നിങ്ങൾ വായിച്ചു കാണും. കണ്ണൻ ബാംഗ്ലൂരിലുള്ള IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇവിടെ കണ്ണന്മാരാരും ഉണ്ടോ? എന്തോ കഴിഞ്ഞ ആഴ്ച കേട്ടതാ, അത് വിട്ടു, ഞാനത് മാറ്റി, ആ കഥ മാറ്റി. എന്നാ ബാക്കി കഥ നിങ്ങൾ പറ. എല്ലാവരും പഠിപ്പിച്ചു. $8,000 ആയിരുന്നു അവന്റെ വില. നിങ്ങൾ കേട്ട് കാണും. ആരാ കഴിഞ്ഞ ആഴ്ച ഇവിടെ പ്രസംഗിച്ച്? റിട്രീറ്റ്. ഓക്കെ, അത് മാറ്റി. കേൾക്കാത്തവരുണ്ട്? ഓക്കെ. ബാംഗ്ലൂരിലുള്ള കണ്ണൻ അവന് പഠിക്കാനുള്ള ഹ്രസ്വമായി പറയാം. നിങ്ങൾ വളരെ ഗൗരവമായി ഇതിനെ എടുക്കണം. 80,000 ആണ് അവന്റെ സാലറി. അവൻ വളരെ വൃത്തിച്ച് 2,000 രൂപ കൊണ്ട് ജീവിതം നയിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? 6 പേരെ പഠിപ്പിക്കാൻ. ആവശ്യത്തിലും അതിലധികവും വാങ്ങിക്കൂട്ടുമ്പോൾ ഒരാൾക്ക് പോലും നന്മ ചെയ്യാതെ ജീവിക്കുന്നത് പാപമാണെന്നുള്ള തിരിച്ചറിവുണ്ടാവണം. അനേകരുടെ പ്രയാസത്തിലും പ്രതിസന്ധിയിലും ഇരിക്കുമ്പോൾ അറിയാതെ കടന്നു പോകുന്നത് ഒമിഷൻ പാപമാണെന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് നമുക്ക് നന്മ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും മുമ്പിൽ കിട്ടെ അതുവഴിട്ട് മാറിപ്പോകാനിടയാക്കരുത്. ഒന്നാമത്, റെസ്പോൺസിബിൾ എക്സിസ്റ്റൻസ് ആയിരിക്കണം. രണ്ടാമത്, നമ്മുടെ എക്സിസ്റ്റൻസിനെ കുറിച്ച് പറയുന്നു, an existence with perfect obedience. എന്താണ് സംഭവിച്ചത്? അമ്മ ചെന്ന് പറഞ്ഞു, എല്ലാ കാര്യം പറഞ്ഞു, സമ്മതിച്ചു. അപ്പോൾ ജനങ്ങളോട് എന്ത് പറയുന്നു? അവിടെ നിന്ന ഡിസൈപ്പിൾസിനോട് പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യണം. അവൻ ചെയ്യും എന്നുള്ള പൂർണ്ണമായ ഉറപ്പ് ഈ അമ്മയ്ക്കുണ്ടായിരുന്നു. യേശു കർത്താവ് യേശുവിനോട് അപേക്ഷിക്കുന്നവരെ തള്ളിക്കളയാത്തവനാണ് എന്നുള്ള ഉറപ്പ് ഈ അമ്മയ്ക്കുണ്ടായിരുന്നു. അമ്മ എന്ന പദവി ഉണ്ടായിട്ട് പോലും, മക്കൾ എന്ന പദവി ഉണ്ടായിട്ട് പോലും യേശു കർത്താവ് നാം അപേക്ഷിച്ചാൽ സ്വീകരിക്കുന്നവനാണെന്ന് അറിയാത്തവരാണ് ഞാനും നിങ്ങളുമൊക്കെ. ശരിയാണോ? മക്കൾ എന്ന പദവി ഉണ്ടായിട്ട് പോലും നമ്മളൊക്കെ യേശുവിന്റെ സ്വന്തം മക്കളാണെന്ന് അഭിമാനിക്കുന്നവരാണ്. എന്നാൽ യേശുവിനോട് അപേക്ഷിച്ചാൽ അത് ദൈവം സ്വീകരിക്കുമെന്ന് സംശയമാണ്. അതുകൊണ്ടാണ്
നമ്മൾ 2 വള്ളത്തിൽ കാല് വയ്ക്കുന്നത് അല്ലേ? ബ്ലെസ്സിങ് എന്ന് കേട്ടാൽ ഓടി അങ്ങ് പോവുകയാ പുറകെ അല്ലേ? എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് കേട്ടാൽ ഈ യേശുവിനെ മറന്ന് ഓടിപ്പോകുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകാം. ഇന്ന് വിചിന്തനം ചെയ്യണം. നമുക്ക് ദൈവസന്നിധിയിൽ ഒരു സമർപ്പണം ആവശ്യമാണ്. അവൻ പറയുന്നു, നിങ്ങൾ ഈ കാണുന്ന മൺപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കണം. മൺപാത്രമല്ലേ, കാല് കഴുകാൻ ഉപയോഗിക്കുന്നതല്ലേ എന്നൊന്നും വിചാരിക്കാതെ അവർ വക്കോളവും നിറച്ചു എന്നാണ്. അവർ ഒബീഡിയൻസിന് വിധേയരായി എന്ന് മാത്രമല്ല, പറഞ്ഞാൽ കേൾക്കണമല്ലോ എന്ന് വിചാരിച്ച് ചെയ്തതല്ല, പെർഫെക്റ്റ് ആയി ചെയ്തു എന്നാണ്. ഇത് നിങ്ങൾ പ്രസംഗിച്ചിട്ടുള്ളവരിവിടെ കാണും. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജോലിയിൽ നമ്മുടെ ആത്മാവുണ്ടോ? ഉണ്ടെങ്കിലേ പെർഫെക്റ്റ് ആയി ചെയ്യാൻ കഴിയും. പള്ളി ആരാധനയിൽ നമ്മുടെ ആത്മാവുണ്ടോ? ഉണ്ടെങ്കിലേ പെർഫെക്റ്റ് ആയി ചെയ്യാൻ കഴിയും. ജോലി ചെയ്യുമ്പോൾ ശമ്പളം മേടിച്ചുകൊണ്ട് പോകുന്ന ഒത്തിരി ആളുകൾ എനിക്കറിയാം. ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് മാറി 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 പോകുന്നത് നല്ല കാര്യമാണ്. നല്ലൊരു ജോലി കിട്ടുന്നിടം വരെ മാറണം, നല്ലതാണ്. പക്ഷേ ആ ജോലിയിൽ നിന്ന് വിടുന്ന ദിവസം വരെ ആ ജോലിയോടും നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകളോടും നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടോ? നിങ്ങൾക്ക് ധനം തരുന്ന സ്ഥാപനത്തോട് നമുക്കൊരു ആത്മാർത്ഥതയുണ്ടോ? പള്ളി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഈ പള്ളി എന്ന് പറയുന്ന വലിയ സ്ഥാപനത്തോടും ക്രിസ്തുവിനോടും നമുക്ക് ആത്മാഭിമാനമുള്ള ബന്ധമുണ്ടോ? ദൈവം നമുക്ക് വിവിധങ്ങളായ അവസരങ്ങളും അവകാശങ്ങളും നൽകുമ്പോൾ, ഒരു പിതാവായി, ഒരു മാതാവായി, ഒരു സിസ്റ്ററായി, ഒരു ബ്രദറായിരിക്കുമ്പോൾ നാം ഇരിക്കുന്ന ആ വലിയ പൊസിഷനോട് നമുക്കൊരു ആത്മാഭിമാനമുണ്ടോ? ആത്മാർത്ഥതയുണ്ടോ? അവിടെയൊക്കെ നമുക്ക് ആത്മാവുണ്ടോ എന്നതാണ്. ബന്ധങ്ങളിൽ നമുക്ക് ആത്മാവുണ്ടോ? ബന്ധങ്ങളൊക്കെ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നവരാണ്. എന്നാൽ ബന്ധങ്ങളിൽ നമുക്ക് ആത്മാവുണ്ടോ എന്ന് ചിന്തിക്കണം. ഇന്ന് ഭാര്യാഭർത്ത ബന്ധങ്ങൾ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, പകുതിയിലധികം വിവാഹങ്ങൾ മോചനത്തിനായി അപേക്ഷിക്കപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ബന്ധങ്ങളിലൊന്നും കർത്താവിന്റെ വലിയ ആത്മാവിനെ നമുക്കില്ലാതായി പോകുന്നു എന്നതാണ്. നമ്മളിൽ തന്നെ, ഈഗോയിൽ തന്നെ ജീവിക്കുകയാണ്. അതുകൊണ്ട് ബന്ധങ്ങളിൽ ആത്മാവുള്ളവരായി തീരണം. ഒരു പിതാവായ ദൈവത്തെ ഉള്ളിൽ വഹിക്കാൻ കഴിയുന്നവൻ ആരാ? സ്വന്തം ഭാര്യയെ മാത്രം ഉള്ളിൽ വഹിക്കാൻ കഴിയാത്തവന്, ഒരു കൊച്ചു ഭാര്യയെ ഉള്ളത്തിൽ വഹിക്കാൻ കഴിയാത്തവന് വലിയ ദൈവത്തെ വഹിക്കാനോ? ഒരു കൊച്ചു ഭർത്താവിനെ ഉള്ളത്തിൽ കൊണ്ടു നടക്കാൻ കഴിയാത്തവൾക്ക് ഈ ദൈവത്തെ കൊണ്ടു നടക്കാൻ കഴിയുമോ? വിശ്വസ്തതയ്ക്കപ്പുറത്തേക്ക് പോകുന്ന വിശ്വാസമല്ല നമ്മുടെ. അതുകൊണ്ട് പെർഫെക്റ്റ്നെസ് ഇൻ ഒബീഡിയൻസ് എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ, പ്രവർത്തനങ്ങളിൽ, പാട്ടിൽ, പ്രസംഗത്തിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ യാത്രകളിലെല്ലാം ഈ ആത്മാവിനെ കാണാൻ കഴിയണം. അടുത്തത് പ്രമാണിക്കുന്നവരുടെ കൂട്ടം എന്നാണ്. വക്കോളവും നിറയ്ക്കാൻ അവരെ പ്രേരിപ്പിച്ചു. യേശു കർത്താവ് പറഞ്ഞു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ്. കർത്താവിന്റെ ഇഷ്ടം ചെയ്യാൻ ഇന്ന് എത്ര പേരുണ്ട്? കർത്താവിന്റെ ഇഷ്ടം ചെയ്യാൻ ഇന്ന് ലോകത്തിൽ എത്ര പേരുണ്ട്? സർവീസിനായി തയ്യാറെടുക്കുന്ന ഒരുപാട് ആളുകൾ ഈ പള്ളിയിൽ ഉണ്ടാവാം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഇലക്ഷനും കാൻഡിഡേറ്റിന്റെയും കാലഘട്ടമാണ്. ഞാൻ അതേക്കുറിച്ച് മോശമായി പറയാനല്ല, എന്നാൽ ഇവിടെ ഇലക്ഷനിൽ പങ്കെടുക്കുന്ന ആളുകളോട്, പങ്കെടുത്ത് കഴിഞ്ഞവരോട്, ഇനി പങ്കെടുക്കാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, സർവീസ് എന്ന് പറയുന്നത് ദൈവം നൽകുന്ന വലിയ ദാനമാണ്. അതിനെ ദൈവസ്നേഹത്തിന്റെ നിറവിൽ ചെയ്യാൻ ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം സ്ഥലങ്ങളിൽ ഇന്ന് സർവീസ് സ്നേഹത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന സർവീസാണ്. നാട്ടിൽ പറയും സേവ മാത്രമായി മാറിയിരിക്കുന്നു. ഏതർത്ഥത്തിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പള്ളിയിൽ വന്നു എന്ന കാരണം കൊണ്ട്, സർവീസിന് പള്ളിയിൽ വന്നു എന്ന കാരണം കൊണ്ട് പിണങ്ങിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നാട്ടിൽ റാന്നിയിലും കോട്ടയത്തും കിടക്കുന്ന മനുഷ്യൻ, അയൽവക്ക പിണക്കൊന്നുമില്ല അല്ലേ? വാഴ വെട്ടിയതിന്റെ പ്രശ്നമോ? നാട്ടിൽ വഴക്കുണ്ടാകുന്ന അങ്ങനെയാണ്. വഴി അങ്ങോട്ട് പോയപ്പോൾ എന്റെ വഴി മുറിഞ്ഞു പോയി, അതാണ് ഒരു വഴക്ക്. സംഭവിക്കാവുന്നതേ ഉള്ളൂ.
എന്നാൽ പള്ളിയിൽ വന്നിരുന്നു, കോട്ടയംകാരനും റാന്നിക്കാരനും പള്ളിയിൽ വന്ന് ഒരു ബെഞ്ചിലിരുന്ന് ദൈവത്തെ ആരാധിച്ചു എന്ന കാരണം കൊണ്ട് രണ്ടുപേർ തമ്മിൽ മിണ്ടാതിരിക്കുന്നവർ, സംസാരിക്കാതിരിക്കുന്നവർ, തമ്മിൽ മുഖത്തോട്ട് മുഖം നോക്കാതിരിക്കുന്നവർ ഈ ദേവാലയത്തിൽ ഉണ്ടെങ്കിൽ ഈ പള്ളി പൂട്ടാൻ സമയമായി എന്ന് തിരിച്ചറിയണം. ആരാധനയ്ക്കുള്ളിൽ ആത്മാവിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് സർവീസ് ആവശ്യമില്ല എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് എല്ലാ സർവീസും ആത്മാഭിമാനമുള്ള, ആത്മാർത്ഥതയുള്ള, ദൈവകൃപയുടെ സ്നേഹത്തിന്റെ പങ്കുവെക്കലായി തീരുന്ന ഒരനുഭവമായിരിക്കണം. അവിടെ മാത്രമേ ഈ പെർഫെക്റ്റ്നെസ് നമുക്ക് സാധ്യമായി തീരത്തുള്ളൂ. ഞാൻ അടുത്തതിലേക്ക് കടക്കട്ടെ. അതുകൊണ്ട് അവർ എക്സിസ്റ്റൻസ് ഇസ് അവർ പെർഫെക്റ്റ് ഒബീഡിയൻസ് വിത്ത് ഗോഡ്. മൂന്നാമത്, എ ട്രാൻസ്ഫോംഡ് എക്സിസ്റ്റൻസ്. വെള്ളം വീഞ്ഞായി മാറി. ആ വീഞ്ഞ് വിരുന്നുവാഴി രുചിച്ചു നോക്കിയപ്പോൾ എങ്ങനെ ഇരുന്നു? ഏറ്റവും നല്ലത് എന്ന് കണ്ടു. ദ ബെസ്റ്റ് എന്ന് പറഞ്ഞു. ഇത് എവിടെ നിന്ന് വന്നു അവൻ അറിഞ്ഞില്ല. എപ്പോഴാണ് ഈ വെള്ളം വീഞ്ഞായി മാറിയത്? അനുസരിച്ച് അതിൽ കോരി ഒഴിച്ചപ്പോ വീഞ്ഞായോ? അറിയത്തില്ല. ഇത് കോരി വിരുന്നുവാഴിക്ക് കൊണ്ട് കൊടുക്ക് എന്ന് പറഞ്ഞപ്പോൾ വീഞ്ഞായോ? എപ്പോഴാണെന്ന് നമുക്കറിയില്ല. മറ്റെല്ലായിടത്തും ചെയ്യുന്നത് പോലെ കർത്താവ് അതിന്റെ മുകളിൽ കൈപിടിച്ചുകൊണ്ട് ഈ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റട്ടെ എന്ന് പറഞ്ഞില്ല. പറഞ്ഞോ? ഇല്ല. പിന്നെ എപ്പോഴാണ് ഈ വെള്ളം വീഞ്ഞായത്? ജേർണി ഫ്രം ദ പോട്ട് ടു ദി പോട്ട് അല്ലേ? ആ സമയത്ത് എപ്പോഴോ അതിശയം നടന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എവിടെ ഇരിക്കുന്നോ അവിടെ നിന്ന് എവിടെ ആയിരിക്കണമോ, വിരുന്നുവാഴിയുടെ കയ്യിൽ വരെ എത്തിയപ്പോൾ ഉള്ള ജേർണിയിൽ എപ്പോഴോ ഈ അത്ഭുതം നടന്നിരിക്കുന്നു. ഈ വെള്ളം ആ പോണ്ടിൽ കിടന്നിരുന്നെങ്കിൽ, കിണറ്റിൽ കിടന്നിരുന്നെങ്കിൽ ഇതിന് വീഞ്ഞായി മാറാൻ സാധിക്കുകയില്ലായി. അതുകൊണ്ട് നാം എവിടെ ആയിരിക്കുന്നു അവിടെ നിന്ന് എവിടെ ആയിരിക്കണമോ അവിടേക്ക് യാത്ര ചെയ്യുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ലോകത്തെയും നമ്മളൊക്കെ സ്വീറ്റായി മാറാത്തതിൻ്റെ കാരണം എവിടെയാണോ അവിടെ നമ്മളങ്ങ് പെർഫെക്റ്റായി ഇരിക്കുന്നത് കൊണ്ടാണ്. ആർക്കും നമ്മൾ സ്വീറ്റായി മാറാത്തതിൻ്റെ കാരണം നാം എവിടെയായിരിക്കുന്നു അവിടെ നമുക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആണ് എന്നതുകൊണ്ടാണ്. കഴിഞ്ഞ ഒരു വർഷം മുമ്പത്തെ യൂത്ത് ഫെലോഷിപ്പിന്റെ നാഷണൽ ക്യാമ്പിന്റെ നാഷണൽ കോൺഫറൻസിന്റെ ചിന്താവിഷയം നിങ്ങൾക്കറിയാം. മൂവ് ഫ്രം ദ കംഫർട്ട് സോൺ അല്ലെ? മൂവ് എന്ന് മാത്രമായിരുന്നു അത് പറഞ്ഞു. നമ്മളൊക്കെ അസ്വസ്ഥരാകുന്നില്ല. തിന്മയിൽ തന്നെ കഴിഞ്ഞിട്ടും നന്മയിലേക്ക് പോകാനുള്ള ഒരു അഭിവാഞ്ചയില്ലാതെ പോകുന്നു. പ്രിയപ്പെട്ടവരെ, നന്മയിലേക്ക് പോകാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്കൊന്ന് ശീലിപ്പിക്കണം. ഓരോ ദിവസവും തിന്മ ചെയ്യുന്ന ഭർത്താവിനെ കാണുമ്പോൾ മനസ്സാന്തരപ്പെടുത്തണം. യൂണിറ്റി നല്ലതാണോ മോശമാണോ? വളരെ നല്ലതാണ് അല്ലേ? അനന്യാസും സഫീറയും കൂടെ യൂണിറ്റി വന്നു, നല്ലതായിരുന്നു. ഈ ഫാമിലി ലൈഫിൽ ചില സമയത്ത് യൂണിറ്റി മോശമാണ് കേട്ടോ എന്ന് പറഞ്ഞ് നടി ഉണ്ടാക്കരുത്. ശ്രദ്ധയോടെ കേൾക്കണം. ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കണം. ഫാമിലി ലൈഫിൽ പിതാവ് തിന്മ ചെയ്യുമ്പോൾ മാതാവ് അതിനെ കറക്റ്റ് ചെയ്യുന്ന കറക്റ്റീവ് ഫോഴ്സായി മാറിയില്ലെങ്കിൽ, എന്നാൽ പിന്നെ പിതാവിനോട് അങ്ങ് ചേർന്നേക്കാം, യൂണിറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ അത് തിന്മയാണ്. ആ യൂണിറ്റി കൊള്ളില്ല. ദൈവം തമ്പുരാനോട് ചേർന്ന്, യേശു കർത്താവിനോട് ചേർന്ന് യൂണിറ്റി ആചരിക്കുന്ന കുടുംബങ്ങളാണ് ദൈവത്തിന്റെ വലിയ മക്കളായി തീരുന്ന കുടുംബങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങൾ. വേദപുസ്തകം മുഴുവൻ എടുത്തു നോക്കിയാൽ നമുക്കറിയാം. അതുകൊണ്ട് ഇവിടെ ഈ മനുഷ്യൻ ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഇത്രയും ആളുകൾ ചെയ്ത പ്രവർത്തനത്തിന് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുകയാണ്. എവിടെയായിരുന്നോ അവിടെ നിന്ന് എവിടെ ആയിരിക്കണമോ അതിലേക്കുള്ള യാത്രയിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടാകും. യൂണിറ്റി ഉണ്ടാകും, സ്നേഹമുണ്ടാകും, ദൈവകൃപയുണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്നായിരിക്കുന്ന സ്ഥലത്ത് നിന്നൊരു ഇളക്കം ഉണ്ടാകണം. അതിന് ഭാര്യ ഭർത്താവിനെ സഹായിക്കണം, ഭർത്താവ് കുഞ്ഞുങ്ങളെ സഹായിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു മാറ്റം ഉണ്ടാകണമെന്നുള്ള ചിന്ത നമുക്കുണ്ടാകട്ടെ ഇന്ന് മുതൽ. പിന്നീട് ഈ ട്രാൻസ്ഫോർമേഷന്റെ പ്രധാന പ്രത്യേകത ഇതൊരു ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ആയിരുന്നു. ഒഴിച്ച വെള്ളത്തിന് കൂടുതലായി ഒന്നും വന്നില്ല അല്ലേ? കുറച്ചുകൂടി വെള്ളം കവിഞ്ഞൊഴുകട്ടെ, ഇനിയും വരുന്ന അടുത്ത കല്യാണത്തിനോട് ഉപയോഗിക്കാമെന്നൊന്നും കർത്താവ് വിചാരിച്ചില്ല. ക്വാണ്ടിറ്റിയിൽ വ്യത്യാസമൊന്നും വന്നില്ല,
പള്ളിയിൽ കൂടുന്ന 400 പേരെ പള്ളിയിൽ വന്നുള്ളൂ. പക്ഷേ വന്ന 400 പേർക്കും ഒരു ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ഉണ്ടായി. രുചിച്ച് നോക്കിയാറെ ഏറ്റവും മെച്ചമെന്ന് കണ്ടു. അപ്പോൾ അവിടെ പറയുന്ന ഒരു കളിപ്പീര് പരിപാടിയുണ്ട് അല്ലേ? ആദ്യം സാധാരണ നല്ലത് കൊടുക്കും, പിന്നെ അവർക്ക് എല്ലാം മത്ത് പിടിച്ചു കഴിഞ്ഞാൽ എളുപ്പമായി കൊടുക്കും. അത് ഈ മാർക്കറ്റിന്റെ തന്ത്രമാണ്. അവിടെ പറയുന്ന വാക്കുകളിൽ കുടുങ്ങി പോകരുത്. വീഞ്ഞടിക്കുന്നതിനെ കുറിച്ച് ഘോരം പറയാനായും എടുക്കരുത്. കോണ്ടെക്സ്റ്റ് വേറെയാണ്. ശരീരത്തെ ശുദ്ധീകരിക്കാൻ കർത്താവ് പറയുന്നുണ്ടെന്ന് കൂടി ഓർക്കണം. പ്രിയപ്പെട്ടവരെ, ഏറ്റവും മെച്ചമായത് കൊടുക്കാൻ കഴിയുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ക്വാളിറ്റേറ്റീവായ ഒരു ചേഞ്ച് ഉണ്ടാകാൻ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാൻ സാധിക്കുമോ? ബെസ്റ്റ് ആകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പറയും ബെസ്റ്റ് വേണം, അപ്പോൾ ബെസ്റ്റ് ആവും. അതുകൊണ്ട് നമ്മൾ ബെസ്റ്റ് കാർ വാങ്ങിക്കും. എല്ലാ ദിവസവും രാവിലെ നോക്കും, യോഹന്നാൻ ഏത് കാറിൽ വന്നു. ബെസ്റ്റ് കാർ, ബെസ്റ്റ് സൂട്ട്, ബെസ്റ്റ് സാരി, നാട്ടിൽ പോയി ഇപ്പോൾ ഇറങ്ങിയ മോഡേൺ സാരി, ബെസ്റ്റ് ഹൗസ് ആണോ? പച്ചവെള്ളത്തെയാണ് വീഞ്ഞാക്കിയത്. ഫ്രം ദ കോമൺ ഹി മെയ്ഡ് ദ ബെസ്റ്റ്. ഏറ്റവും സാധാരണ ക്രിസ്തുവിന്റെ ലൈഫ് എടുത്ത് നോക്കിയാൽ മതി. ഏറ്റവും സാധാരണ പ്ലെയിൻ വാട്ടറിനെ, അങ്ങനെയാണല്ലോ നമ്മൾ വിളിക്കുക, പ്ലെയിൻ വാട്ടറിനെ ഏറ്റവും മേൽത്തരമായി മാറ്റാവുന്നവൻ അല്ലേ? വീണ്ടും അവൻ വെള്ളം മാത്രമല്ല, തൊട്ടടുത്തിരുന്നത് കൽഭരണി. കൽഭരണിയെ കാസയാക്കി മാറ്റുന്നവൻ. ഇനിയും അവന്റെ ജീവിതത്തിലും അത്ഭുതം നടന്നു. എന്താണ്? സാധാരണ ജീവിതത്തിൽ ഒരു സാധാരണക്കാരനായി പുൽക്കൂട്ടിൽ പിറന്നവൻ മശിഹയായി. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് അടയാളങ്ങളുടെ ആരംഭമായി ചെയ്തു. ഈ കാണിച്ചത് മാത്രമല്ല നിങ്ങൾ നോക്കേണ്ടത്, ക്രിസ്തുവിലേക്ക് നോക്കണം. അവൻ സാധാരണക്കാരനായി ജീവിക്കുകയും അസാധാരണമായ ദൈവകൃപ കൊണ്ട് നിറയപ്പെടുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഈ ലക്ഷൂറിയസ് ലൈഫ് സ്റ്റൈലിനകത്തൂടെ ഒന്നും ദൈവം പ്രസാദിക്കില്ല. നിങ്ങൾക്ക് അസാധാരണക്കാരനാകാനും സാധിക്കില്ല. എത്ര സാരിയുണ്ട്, കണ്ടത് പറയാമോ? ഒരു ക്ലോസറ്റ് നിറച്ചു അല്ലേ? ഇപ്പോൾ ഒരു സാരി സെയില് ഇവിടെ വയ്ക്കുകയാണ്. ഞാൻ ബോംബെയിലിരുന്നാണ്, താണ്ടർ. അവിടെ വെച്ച് ഒരു ദിവസം ഇതുപോലെ പറഞ്ഞു, നമ്മൾ ഒരുപാടായിരിക്കുന്ന സാരിയും മറ്റു ഡ്രസ്സസും സീഹോർ ആശ്രമത്തിനടുത്ത് താമസിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ പോവുകയാണ്. അടുത്ത ആഴ്ച നിങ്ങൾ വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞ 10 വർഷമായിട്ട് ഉപയോഗിക്കാത്ത കുറച്ച് സാരികൾ കൊണ്ടുവന്നു. ഒരു ട്രെയിൻ നിറച്ച് കിട്ടി. ഞാൻ അല്പം കൂട്ടി പറഞ്ഞാലും ഞങ്ങൾക്ക് ഒന്നിച്ചയക്കാൻ സാധിച്ചില്ല എന്നർത്ഥം. പ്രിയപ്പെട്ടവരെ, എന്തുമാത്രമാണ് ലക്ഷൂറിയസ് ആയി ചിലവഴിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു ക്വാളിറ്റേറ്റീവ് ചേഞ്ചിന് നമുക്കുണ്ടാവണം. ഒരു ഡോണറ്റ് ഒറ്റ പ്രാവശ്യം കടിച്ചെറിഞ്ഞു കളയുമ്പോൾ വിശക്കുന്ന 10,000-ങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ പോകുന്നത് ഇന്നും എന്നും പാപമാണ്. എല്ലാ ദിവസവും ധരിക്കാൻ ഓരോ ഡ്രസ് ഇട്ടുകൊണ്ട് വരുമ്പോൾ നോക്കുന്നവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മഞ്ഞളിച്ചു പോകുന്നില്ല നമ്മുടെ ഹൃദയം? നമുക്കൊരു നാണവും തോന്നുന്നില്ല. ഈ ക്രിസ്തു, ജനിച്ച ക്രിസ്തു, പുൽക്കൂട്ടിൽ കിടന്നവൻ, പൊന്നണിഞ്ഞാണമില്ലാത്തവൻ, പൊൻ വസ്ത്രങ്ങൾ ഇല്ലാത്തവൻ, അവന്റെ പിന്നാലെ പോകുന്ന ക്രിസ്തുവിന്റെ ആളുകളാണെന്ന് പറയുന്നത് നമുക്ക് ലജ്ജ തോന്നുന്നില്ല. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ കൂട്ടി കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഇതിലൂടെ അല്ല ട്രാൻസ്ഫോർമേഷൻ സാധ്യമായി തീരുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞു, നാം എവിടെയായിരിക്കുന്നു അവിടെ നിന്ന് ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. കണ്ണുകൾ അടയ്ക്കാം, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, അടയാളങ്ങളുടെ ആരംഭമായി നീ കാനാവിലെ കല്യാണത്തിന് ചെയ്തത് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യണം. നീ എവിടെ ആയിരിക്കണമെന്ന് പറയുന്നു അവിടെ വരെ യാത്ര ചെയ്യാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സഭയെ, ഞങ്ങളുടെ ചുറ്റുപാടുകളെ, ഞങ്ങളുടെ ഡയസിസിനെ, ഇടവകയെ, ഇവിടെ പ്രവർത്തിക്കുന്നതിൻ്റെ മക്കളെ, ഞങ്ങളെ ഓരോരുത്തരെയും കുടുംബങ്ങളായി ഏൽപ്പിക്കുന്നു. ഒരു ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ഞങ്ങളിൽ നൽകണം. ഈ ട്രാൻസ്ഫോർമേഷൻ ലോകം കാണാനിടയാക്കണം. ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം.